ട്രെയിൻ യാത്രയ്ക്കിടെ വർക്കലയിൽ വെച്ച് നടന്ന അതിക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മാസങ്ങളായി ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ തുടർ ചികിത്സയ്ക്കായി സർക്കാരും റെയിൽവേയും അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് യുവതിയുടെ മാതാവ് പ്രിയ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഐസിയുലായിരുന്നു. ഐസി വിട്ട് ഞാൻ അവര് വാർഡിലോട്ട് കൊണ്ടുപോയപ്പോ അവിടെ തന്നെ കുറെ ഇഷ്യൂ ആയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവള് ഐസിയുയിൽ കിടന്ന സമയത്ത് കരയാത്ത ഞാൻ ആ വാർഡിലെത്തിയപ്പോൾ ഞാൻ 3 ദിവസം കരഞ്ഞിട്ട് ഞാൻ പത്രക്കാരെല്ലാം വിളിച്ച് അത് അന്നുണ്ടായിരുന്ന പോലീസുകാർ വിവരം പറഞ്ഞ് ഇങ്ങനെയാണ്, എനിക്ക് പറ്റില്ല, കാരണം അങ്ങനെ ആയിരുന്നു അവിടുത്തെ സാഹചര്യം, എനിക്ക് കിട്ടിയത് അങ്ങനെയായിരുന്നു. പിന്നെ അവിടെ വന്ന ന്യൂറോയുടെ ഡോക്ടറിനോട് കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് അമൃത ആശുപത്രിയിൽ മാറ്റുന്നത്. അമൃതയിൽ കൊണ്ടുപോകുമ്പോ എന്നോട് MDICയിലെ ഡോക്ടേഴ്സ് പറഞ്ഞത്, ശ്രീകുട്ടീനെ ഇനിയിപ്പോ നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, നിങ്ങൾ നേരെ വീട്ടിൽ കൊണ്ടുപോയാൽ മതി. വീട്ടിൽ കൊണ്ടുപോയിട്ട് വെന്റിലേറ്റർ കാര്യങ്ങളൊക്കെ സൗകര്യമാക്കി ഒരു റൂം റെഡിയാക്കിയിട്ട് നിങ്ങൾ അവിടെ കൊണ്ടുപോയി നഴ്സിംഗ് കെയറിങ് കൊടുത്താൽ മാത്രം മതി, കാരണം അവർക്ക് ഇനി ഒരു ചികിത്സയില്ല, അവളുടെ ചികിത്സ എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കിയാൽ മതി. ചിലപ്പോൾ കാലക്രമേണ വർഷങ്ങളെടുത്ത് ബ്രെയിൻ അതായത് അവര് ഞരമ്പ് ഫുള്ള് വലിഞ്ഞു നിൽക്കുകയാണ്, അത് പഴയതുപോലെ ആവാൻ വർഷങ്ങളെടുക്കും. 5 വർഷമോ 10 വർഷമോ അതിൽ കൂടുതൽ സമയം എടുക്കേണ്ടി വരും. ചിലപ്പോ അവൾ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല, ചിലപ്പോ ഉണ്ടാവാം, അതൊക്കെ ഒരു ദൈവത്തിന്റെ കയ്യിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞതാണ് അവിടുത്തെ ഡോക്ടേഴ്സ്. പക്ഷെ അവരെ കുറ്റം പറയുന്നില്ല, കാരണം അവരെന്റെ കുട്ടീനെ ജീവൻ രക്ഷിച്ചു തന്നു. എങ്കിൽ പോലും ഇനി തുടർ ചികിത്സ എന്ന് പറഞ്ഞത് ഇപ്പൊ അറിയാത്ത ഡോക്ടേഴ്സിന് അറിയാതെ എന്തായിരിക്കും അടുത്ത ചെയ്യുന്നത്. അവര് പറഞ്ഞു ഒരു ചികിത്സയില്ലാന്ന്. 2025 നവംബർ 2 എറണാകുളത്ത് നിന്ന് വർക്കലയിലേക്ക് കേരള എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ദാരുണമായ സംഭവം നടന്നത്. വഴി തടസ്സപ്പെടുത്തിയ മദ്യപിച്ചെത്തിയ യുവാവിനെ ചോദ്യം ചെയ്തതോടെ യുവതിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. നെടുമങ്ങാട് പാലോട് സ്വദേശിനി ശ്രീകുട്ടിയാണ് അതിക്രമത്തിനിരയായത്. ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ട ശ്രീകുട്ടിക്ക് അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷവും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സാധിച്ചിരുന്നില്ല. ഓർമ്മശക്തിയെയും കാഴ്ചശക്തിയെയും ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. നിലവിൽ എടപ്പാളിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലാണ് തുടർ ചികിത്സ നടക്കുന്നത്. റെയിൽവേ അധികൃതർ ചികിത്സയ്ക്കായി ഒരു തുക നൽകിയെങ്കിലും അത് അപര്യാപ്തമായിരുന്നു. നഷ്ടപരിഹാരത്തിന് വക്കാലത്ത് നൽകാൻ ആവശ്യപ്പെട്ട് കൈയൊഴിയുന്ന സമീപനമാണ് റെയിൽവേ സ്വീകരിച്ചത്. ഭീമമായ തുക കടത്തിലായിക്കൊണ്ടാണ് കുടുംബം നിലവിൽ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റെയിൽവേ അധികൃതരിൽ നിന്ന് അർഹമായ നഷ്ടപരിഹാര തുക ലഭ്യമാക്കണമെന്നും തുടർ ചികിത്സ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്നും കുടുംബം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ യുവതിയുടെ മാതാവ് പ്രിയയോടൊപ്പം വിമൻ ജസ്റ്റിസ് സംസ്ഥാന പ്രസിഡന്റ് VA ഫായിസ, വൈസ് പ്രസിഡന്റ് സഫിയ ഇക്ബാൽ, ജില്ലാ പ്രസിഡന്റ് ബുഷ അരീക്കോട് എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈൻ മലപ്പുറം. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.